ഒരേ ഒരു പോസ്. ഈ വേഷത്തിലോ? പ്ലീസ്, എന്റെ സുധയില് ഞാൻ ആരെയും കാണിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. കം ഓൺ. ആ, സ്റ്റൈലായിട്ടൊരു പോസിൽ നിന്ന്. എന്ത് പോസ്? കാല് രണ്ടും ചേർത്ത് വെച്ച് ഒരു കൈ എടുപ്പി, മറ്റേത് മുട്ടിൽ. ഷോ. ആ, ഗുഡ്. വാടാ എവിടെ? വരെ വരെ നിന്റെ പ്രവൃത്തിയും പെരുമാറ്റമൊക്കെ വഷളാവാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാകാറാവുമ്പോ എല്ലാം ശരിയായിക്കോളുമെന്ന് കരുതി ഞാൻ ഒന്നിലും ഇടപെട്ടില്ല. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പൊ മനസ്സിലായി. മതി, ഇനി ഈ കളി തുടരണ്ട. എസ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായിക്കോ. ഇനി എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി. എനിക്ക് വയസ്സായി. അവിടെ ആവുമ്പോ കൂട്ടുകാരും കമ്പനിയൊന്നുമില്ലല്ലോ. രാമൻ പിള്ള കൂടെ വരും. ഉടനെ ഒരു അരി. അതെ, നാളെ തന്നെ. ഇനി ഇവിടെ നിന്നാൽ ഈ കൂട്ടുകെട്ടും ക്ലബും ഒക്കെ ആയിട്ട് എനിക്ക് നീ ഒരുത്തനേ ഉള്ളൂ. ചുമതല എന്താണെന്ന് പഠിക്കാൻ ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു. പക്ഷെ ഡാഡി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പറയുന്ന അനുസരിച്ചാൽ മതി. ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചുമുതലാളിയോട് ചോദിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എസ്റ്റേറ്റിലാകുമ്പോൾ ഒരു ശല്യവും. നോ സൊസൈറ്റി, നോ ക്ലബ്, നോ ഗേൾ ഫ്രണ്ട്സ്, നോ ബോയ് ഫ്രണ്ട്സ്, ഓൺലി വർക്ക് 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 വർക്ക്. താൻ അധികം സംസാരിക്കണ്ട. താൻ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരി മുതലാളി. സെന്റർ കണ്ടുകിട്ടിയാൽ ആശാൻ ഗോളടിച്ചത്. ആശാനങ്ങ് പോയാൽ ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്. ഈ ക്ലബ്ബ് എന്നെ അങ്ങ് പൂട്ടേണ്ടി വരും. സുധ ഇതറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആകും. ഞാൻ പോകുന്നില്ല. എസ്റ്റേറ്റിലും പോകുന്നില്ല, വീട്ടിലും പോകുന്നില്ല. പ്രിയപ്പെട്ട വേണുവേട്ടന്, അച്ഛന് ഹൈറേഞ്ചസിലേക്ക് ട്രാൻസ്ഫർ ആയി. പുതുതായി വീട് മാറുമ്പോൾ ഞാൻ കൂടി ചെല്ലണമെന്നാവശ്യപ്പെട്ട് അമ്മയും അച്ഛനും വന്നിരിക്കുന്നു. ഹോളിഡേസ് ആണല്ലോ, ഞാൻ കൂടി പോകുന്നു. കണ്ടു പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അഡ്രസ് താഴെ കുറിക്കുന്നു, അറിയിച്ചിട്ട് വരുമല്ലോ. ഞാൻ കാത്തിരിക്കും. സ്വന്തം സുധ. സുഹൃത്തുക്കളെ, ഞാൻ ഉടനെ പോകുന്നു പീരുമേട്ടിലേക്ക്. എസ്റ്റേറ്റിലും പോവല്ലോ, വീട്ടിലും പോവല്ലോ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഗുഡ് ബൈ. See you after coming from Pyramid. Goodbye. Goodbye everybody. Goodbye. Goodbye. Hey, Sudha. ഹായ് വേണുവേട്ടാ. സത്യം പറയൂ വേണുവേട്ടാ, എനിക്ക് വേണ്ടി മാത്രം വന്നതോ അതോ എസ്റ്റേറ്റ് കാര്യങ്ങൾക്കോ? അതാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്. എന്നെ അയച്ചത് ഒരു കാര്യം, ഞാൻ വന്നത് മറ്റൊരു കാര്യം. എന്നുവെച്ചാൽ ഞാൻ അവിടെ നിന്നാൽ കൂട്ടുകൂടി നശിച്ചു പോകുന്നു ഫാദേഴ്സിനൊരു തോന്നൽ. പോയി എസ്റ്റേറ്റ് കാര്യം നോക്കടാന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ ഫ്രണ്ട്സ് ഇല്ലല്ലോ. ഞാൻ ആകെ വലഞ്ഞു. അണ്ടർഗ്രൗണ്ടിൽ അവിടെ എങ്ങനെ കഴിയാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നിന്റെ കത്ത് കിട്ടിയത്. ഉടനെ പുറപ്പെട്ടു നിന്നെ കാണാൻ. സത്യം? എന്താ സംശയം? നിന്നെ കാണാതെ ഈ എസ്റ്റേറ്റ് കാര്യം നോക്കി എനിക്കിവിടെ കഴിയാൻ സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കൊച്ചുമുതലാളി, എന്താ? ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
ഏതായാലും രാമപിള്ളക്ക് ചോദിക്കാൻ തോന്നിയില്ലേ? ചോദിച്ചോണം. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഹോ, എന്നാൽ ചോദിക്കണ്ട. എന്നാൽ ഇല്ലാതെയും ഇല്ല. അതായത് മറ്റേ ജിക് 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 ജിക്. ജിക് 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 ജിക്കോ? ആ അതെ. ഓ, അത് ജിക് 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 ജിക്കൊന്നുമല്ല. അവളുടെ പേര് സുധ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. ചതിച്ചു? ചതിച്ചൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. വളരെ താമസിയാതെ വിവാഹവും കഴിക്കും. ഹോൾഡിംഗ്. ആ, ഞാൻ തന്നെ. പറയൂ. കല്യാണം അത്രയ്ക്കായോ? പിന്നെ തന്നെ എന്തിന് കുന്തത്തിനാ ഞാൻ അങ്ങോട്ട് അയച്ചേ? ഞാൻ എന്ത് ചെയ്യാനാണ് മുതലാളി? എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു. അത് ശരി. അപ്പോ അവളുമായി പ്ലാനിട്ടാണ് അവൻ അങ്ങോട്ട് വന്നത്. എന്താ ഇത്ര വൈകിയത്? ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രസ് തുന്നിക്കാൻ പോയിരുന്നു. നിന്നെ തേയില നുള്ളുകാരിയായിട്ട് കാണാൻ ഒരാഗ്രഹം. എവിടെ? ഞാൻ ഇട്ടോക്കട്ടെ. ആ, അത് വേണ്ട, ഞാൻ ഉടുപ്പിച്ചു. അയ്യേ, നാണയില്ലേ ഇപ്പം പിള്ളേരെ ഡ്രസ് ചെയ്യിക്കാൻ? അവളെ അവൻ വേഷം കെട്ടിക്കുന്നു. എന്നിട്ട് താനത് നോക്കി നിൽക്കുന്നു. ഇല്ല മുതലാളി, തുടങ്ങിയതും ഞാൻ ലഞ്ഞിച്ചോടിക്കളഞ്ഞു. എന്നിട്ട് ഓ, വല്ലാത്ത കുളിര് തോന്നി. ഉടനെ തന്നെ പോയി ഒരു സ്വെറ്ററും മഫ്ലറും വാങ്ങി. ഇഡിയറ്റ്. എവിടെ തന്റെ കൊച്ചു മുതലാളി? താൻ എന്റെ ഫോണിൽ കൂടി ഉമ്മ വയ്ക്കുന്നു. ഞാൻ കേട്ടത് അതേപടി അങ്ങോട്ട് കേൾപ്പിച്ചു. ക്ഷമിക്കണം മുതലാളി. അപ്പൊ അത്രത്തോളമായി. ഇനി എന്താണ് എന്റെ പ്ലാൻ? അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വളരെ വളരെ അടുത്തോണ്ടിരിക്കുന്നു മുതലാളി. ഇപ്പോ അവരെതുവരെ എത്തി? ഇനി അങ്ങോട്ട് എത്താൻ ഇടമില്ല മുതലാളി. രണ്ടുപേരും ഒന്നായി എന്ന് വേണമെങ്കിൽ പറയാം. തമാശ കണ്ട് രസിക്കാൻ താനും. പക്ഷെ ദോഷം പറയരുതല്ലോ. എത്ര കണ്ടാലും മതി വരില്ല മുതലാളി. മതി വരുന്നവരെ കണ്ട് രസിക്കാനാണ് ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ഫൂൾ. PP കോൺ. യെസ്, വേണു ഹോൾഡിംഗ്. ഹലോ ഡാഡി. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ നിനക്കല്ലേ. സ്വൈരം കിടുന്നത് ഞാനും. ഏതാടാ ആ പെണ്ണ്? സുധ. ഓ, സുധ. നീ ചിരിക്കുന്നു. നാണമില്ലേ നിനക്ക്? അതല്ല ഡാഡി, ഞാൻ ചിരിക്കുന്നതിൽ കാര്യമുണ്ട്. കാര്യമോ? അതെ, എനിക്ക് 1000 രൂപ നഷ്ടപ്പെട്ടു. ഞാനും അച്ഛനും മണ്ടന്മാരുമായി. എന്താടാ പറഞ്ഞത്? ഈ രാമൻപിള്ള എന്നെപ്പറ്റി 1000 കള്ളങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയാറുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, കാര്യമില്ലാത്ത വിഡ്ഢിത്തരങ്ങളൊന്നും കാണിക്കണ്ട, ഡാഡി അതൊന്നും വിശ്വസിക്കില്ല. വിശ്വസിക്കുമെന്ന് അയാളും വിശ്വസിക്കില്ലെന്ന് ഞാനും. അയാൾ 1000 രൂപ പന്തയം വെച്ചു. ഇപ്പൊ തോറ്റോ ഞാൻ. സത്യത്തിൽ? അതെ ഡാഡി, ആൾ അടുത്ത് നിൽപ്പുണ്ട്. ചോദിച്ചു നോക്കണം. ആ കഴുതരകെ ഫോൺ കൊടുക്ക. നമസ്കാരം മുതലാളി. കാര്യം എന്താണെന്ന് വെച്ചാൽ, എടോ മനുഷ്യ, 1000 രൂപയ്ക്ക് വേണ്ടി താൻ എന്നോട് ഇല്ലാത്ത കള്ളമൊക്കെ പറയൂല്ലേ? ക്ഷമിക്കണം മുതലാളി, അറിയാതെ ചെയ്തു പോയ തെറ്റ്. ഇഡിയറ്റ്. താൻ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിടോ? തനിക്ക് കളിയാക്കാൻ തമാശ പറയാൻ എന്നെ കിട്ടിയുള്ളൂ. കുറെ കൂടിപ്പോകുന്നു. മേലാളിത് ആവർത്തിച്ചാൽ തന്നെ തൊലി ഞാൻ ഉരിഞ്ഞെടുക്കും. എന്നെ ഇങ്ങനെ ത്രിശങ്ക് സ്വർഗത്തിലാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞ്? കാര്യമില്ലല്ലേ നുണയൻ. ഒരു കാര്യം ഓർത്തോ, ഞങ്ങൾ അച്ഛനും മകനുമാണ്. എന്നാലും ഞങ്ങൾ ഒന്നായിരിക്കും. അനാവശ്യമായി ഞങ്ങളുടെ കാര്യങ്ങളിൽ തലയിട്ടാൽ പൂട്ടുന്നത് തന്റെ തലയായിരിക്കും.